പിന്നെ ഇത് തട്ടത്തുമല എൻ ബാഹുലയൻ മെമ്മോറിയൽ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ തട്ടത്തുമലയിൽ 2024 ഒക്ടോബർ 7-ാം തീയതി നടന്ന എൻ ബാഹുലയൻ സാർ അനുസ്മരണത്തിൻ്റെ ഒരു ഭാഗമാണ് എൻ ബാഹുലയൻ മെമ്മോറിയൽ സാംസ്കാരിക വേദിയുടെ ഇത്തവണത്തെ ജനമിത്ര പുരസ്കാരം നമ്മുടെ കിളിമാനൂർ മേഖലയിലെ പൊതുപ്രവർത്തകനും മുൻ പഴയകുന്നമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്ന ഏറെ ആദരണീയനായ പരേതനായ ശ്രീ KM ജയോദയൻ മാസ്റ്റർക്കായിരുന്നു. ഈ അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ മകൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും സഖാവുമൊക്കെയായ ശ്രീ KJ സുധീർ ഏറ്റുവാങ്ങി. ഈ പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് ശ്രീ KJ സുധീർ നടത്തിയ ചെറിയ സംസാരത്തിൻ്റെ ഒരു വീഡിയോ ഭാഗമാണ് ഇത്. ഇപ്പം ശ്രീ ബാഹുലയൻ സാറിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന ശ്രീ എൻ ബാഹുലയൻ സ്മാരക സാംസ്കാരിക വേദിയുടെ ഈ വർഷത്തെ ജനമിത്ര പുരസ്കാരം എൻ്റെ പിതാവായ ജയദേവൻ മാസ്റ്റർക്ക് നൽകിയതിലുള്ള നന്ദിയും കടപ്പാടും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നമ്മുടെ കുടുംബത്തിൻ്റെയും വളരെ നന്ദിയും കടപ്പാടും ഇവിടെ ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇന്നിവിടെ പുരസ്കാരം ലഭിച്ച ശ്രീമതി ഷൂജ കടകലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ ബാഹുലയൻ സാറിന് എനിക്ക് ബാഹുലയൻ സാർ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് തോളിൽ ടവലൊക്കെ ഇട്ട് നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന ആ ഒരു കാലമാണ്. അത് കൂടുതലും സാക്ഷരതാ പ്രവർത്തനം നടക്കുമ്പോഴുള്ള കാര്യമാണ് എനിക്ക് ഓർമ്മയുള്ളത്. ഞാനും സത്യജില സാറ് എൻ്റെ പ്രൊജക്ട് കോർഡിനേറ്ററും അവിടെ ഒരു ക്ലാസ് ഇൻസ്ട്രക്ടറായിട്ട് ഞാനും എടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ വീട്ടിനടുത്ത്. അപ്പോൾ അവിടെ പഞ്ചായത്തിൽ നിരന്തരമായി ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്ന സമയങ്ങളിലെല്ലാം ബാഹുലയൻ സാറും ഇതിൻ്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിൽ ഓർമ്മ വരുമ്പോൾ ടവൽ എപ്പോഴും തോളിലാണ്. ആ ഒരു ഓർമ്മയുണ്ട്. അങ്ങനെയാണ് ബാഹുലയൻ സാറിനെ എനിക്ക് ഓർമ്മയുള്ളത്. പിന്നെ അതുപോലെ തട്ടത്തുമലയിൽ ഇബ്രാഹിം കുഞ്ഞ് സാറ് ഉണ്ട്, പള്ളം അവരുടെ എല്ലാം പ്രമുഖരായ ആൾക്കാരുടെ എല്ലാം ശ്രമഫലമായി തന്നെയാണ് നമ്മുടെ ഈ നാട്ടിൽ ഒട്ടനവധി വികസന കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. പ്രാഥമികമായിട്ടും ഈ സ്കൂളിൻ്റെ കാര്യം, LP സ്കൂൾ ആരംഭിച്ചു, പിന്നെ UP സ്കൂളായി, ഹൈസ്കൂളായി ആ ഒരു പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായതാണ്. അപ്പോൾ ഷാജാ സാർ നേരത്തെ സൂചിപ്പിച്ചു, അച്ഛനും അടയമൺ സ്കൂളിലെ അധ്യാപകനായിരുന്നു. അടയമൺ മേഖല എന്ന് പറയുമ്പോൾ ഒരു വലിയ മേഖലയാണ്. ആ മേഖലയിലുള്ള സ്കൂളിലെ അധ്യാപകനായിരുന്നു അച്ഛൻ. അപ്പോൾ ആ ഭാഗത്ത് ഏത് ഭാഗത്ത് പോയാലും അച്ഛൻ പഠിപ്പിക്കാത്ത ആളില്ല. ഇവിടെ ഏത് വീട്ടിൽ ചെന്നാലും ആൾ പറയും ജയദേവൻ മാസ്റ്റർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. പറയാൻ കാര്യം അവിടെ ആ ഭാഗത്ത് ഒരു സ്കൂളല്ലേ ഉള്ളൂ, എല്ലാവരും അവിടെ പഠിച്ചിട്ടുള്ളവരാണ്. നമ്മുടെ മുൻ മന്ത്രിയായിരുന്ന മുല്ലക്കര രത്നാകരൻ വരെ അവിടെയാണ് പഠിച്ചിട്ടുള്ളത്. ഒരു ടെലിവിഷൻ ഇന്റർവ്യൂവിൽ ഇരുന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ജയദേവൻ മാസ്റ്ററൊക്കെയാണ് എന്നെ കൊച്ചിലെ സ്കൂളിൽ പഠിപ്പിച്ചത്. അപ്പോൾ അവരുടെ എല്ലാം പഠിപ്പിച്ച കാര്യങ്ങളും സാംസ്കാരിക കാര്യങ്ങളും എല്ലാം അവർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് വിദ്യാഭ്യാസപരമായ ആ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, സമൂഹത്തിലെ കാര്യങ്ങൾ, സാമൂഹ്യ രാഷ്ട്രീയ കാര്യങ്ങളോട് പഠിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇത് ജനമിത്ര അവാർഡ് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ഇടയിൽ അതൊരു അർത്ഥവത്തായ ഒരു അവാർഡാണ് അച്ഛന് ലഭിച്ചിട്ടുള്ളത്. ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരാളാണ്. അതുപോലെ വികസന പ്രവർത്തനങ്ങൾ കിളിമാനൂരിൽ നിന്ന് കാണുന്ന ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അതിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കും അതിനെ പിറകെ ഫോളോ അപ്പ് വർക്ക് ചെയ്ത് പോയിട്ടുള്ള ഒരാളാണ്. എനിക്കതിന് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അപ്പം ഞാനും സ്കൂളിലൊക്കെ പഠിച്ച സമയത്തൊക്കെ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഞാൻ ഉരുട്ടി എഴുതുമായിരുന്നു. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അന്ന് ഭാർഗവത്തക്കമ്പൻ MLA യും രാജൻ MLA കാര്യ സമയത്തൊക്കെയാണ് നമ്മളെ ചന്ദ്രശേഖർ സാർ, ചന്ദ്രശേഖർ സാറാണ് LDFന്റെ കൺവീനർ. അപ്പം ആദ്യം പഞ്ചായത്തിൻ്റെ റെസൊല്യൂഷനും കാര്യങ്ങളും എല്ലാം പോകുമെങ്കിലും ഓരോ ഓഫീസുകളിലും അതുമായിട്ട് ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രിമാരെ കാണാൻ MLA യും പിന്നെ ചന്ദ്രശേഖര സാറ്, അച്ഛൻ, അങ്ങനെ രാജൻ CPI
അങ്ങനെ പ്രമുഖ അവരുടെ നേതാക്കളെ LDFന്റെ നേതാക്കളെല്ലാവരും കൂടെ ഈ മന്ത്രി ഓഫീസുകളിൽ പോകുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നിവേദനം തയ്യാറാക്കിയിട്ട് LDF കൺവീനർ LDFന്റെ ഒരു ലെറ്റർ പാഡുണ്ട്. LDFന്റെ ലെറ്റർ പാഡ് വീട്ടിൽ കൊണ്ടു തന്നേക്കും ചന്ദ്രശേഖർ സാറിന്. അതിൽ ഞാനാണ് ഈ ഓരോ വിഷയങ്ങളും എഴുതുന്നത്. ഈ വികസനം സബ്സ്റ്റേഷൻ 110 സബ്സ്റ്റേഷൻ അല്ലെങ്കിൽ ട്രഷറി അങ്ങനെ ഓരോരോ ഓഫീസുകളുടെ കാര്യം നടപ്പിലാക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ഓരോ സബ്ജക്റ്റ് ഓരോന്ന് എഴുതി ചന്ദ്രശേഖർ സാറിന് അറിയാം. സാർ ആ ലെറ്റർ പാഡ് എന്ന് പറയുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഇപ്പൊ 6 അക്ക നമ്പറാണല്ലോ ലാൻഡ് ഫോൺ നമ്പർ. അന്ന് 2 അക്കമാണുള്ളൂ. 54 ആ നമ്പർ. ചന്ദ്രശേഖർ സാറിന്റെ ഫോൺ നമ്പർ 54 എന്നൊക്കെ വെച്ച ലെറ്റർ പാഡ്. അതിൽ കവറിംഗ് ലെറ്റർ എഴുതി ഇവരെല്ലാം കൂടെ കാറിൽ പോയി ഇങ്ങനെ ഓഫീസുകളിൽ കയറി ഇറങ്ങിയാണ് ഓരോ കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇന്നിപ്പോ ഇല്ലാത്തൊരു കാര്യം, അന്ന് ചുവപ്പ് നാട, അന്ന് സർക്കാർ ഓഫീസുകളിൽ ചുവപ്പ് നാട ഒരു ഫയൽ അവിടെ കിടന്നാൽ അവിടെ കിടക്കും, കെട്ടിക്കിടക്കും. ഓരോ ഓഫീസിന് അടുത്തടുത്ത് ഒരു മേശപ്പുറത്ത് പോകണമെങ്കിൽ അതിനെ പിറകെ പോയി ഫോളോ അപ്പ് ചെയ്താണ് ഓരോ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഞാനും അച്ഛൻ RCC ട്രീറ്റ്മെന്റ് ഒക്കെ ആയിരിക്കുമ്പോൾ ചെക്കപ്പിനൊക്കെ പോകുമ്പോഴത്തേക്ക് തിരിച്ചു വരുമ്പോൾ ഈ ഓഫീസുകൾ മൊത്തം കയറക്കണം. അന്ന് ഈ രാജേന്ദ്രണ്ണം പഞ്ചായത്ത് മെമ്പറാണ്. രാജേന്ദ്രണ്ണം ജില്ലാ കൗൺസിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് മെമ്പർ ആയിരിക്കുമ്പോൾ കൂടെ കാണും. രാജേന്ദ്രണ്ണം കൂടെ എല്ലാ ഓഫീസും പഞ്ചായത്ത് ഡയറക്ടറേറ്റ്, അതാണ് ഏറ്റവും വലിയൊരു കടമ്പ. പഞ്ചായത്ത് ഡയറക്ടറേറ്റിലാണ് ഈ പഞ്ചായത്തുകളെന്ന് പോകുന്നതല്ല ആദ്യം അവിടെ കിടന്ന് അവിടെ നിന്നാണ് പിന്നെ മന്ത്രി ഓഫീസുകളിലൊക്കെ പോകാനുള്ളത്. അവിടെ ഈ ഫയലുകളെല്ലാം അവിടെ കിടക്കും. അവിടെ പല തട്ടുകളുണ്ട്. അവിടെ നിന്ന് പോകണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ഇപ്പോഴെല്ലാം ഈ എളുപ്പമാണ്. ഇപ്പൊ സെക്രട്ടറിയിലെ മാഡം ഉണ്ട്. ഞാൻ സെക്രട്ടറിയിലെ കാര്യം ഈ ഫയലാണ്, കമ്പ്യൂട്ടർ ഫയലായപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു പോകും. ഒരു ഫയലും മുക്കാനും പറ്റുകയില്ല. പണ്ടാണെങ്കിൽ ഒരു ഫയൽ ഇങ്ങനെ പോയിട്ട് അത് പിന്നെ അവിടെ കാണൂല, പിന്നെ പുതിയ ഒന്നേന്ന് ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ സംവിധാനങ്ങളായിരുന്നു. ഇത് ഫയൽ നഷ്ടപ്പെടില്ല. ഈ ഫയലായപ്പോൾ കമ്പ്യൂട്ടർ ഫയലാണ്. ഇപ്പൊ തന്നെ മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സയിൽ പോകുമ്പോഴും മുഖ്യമന്ത്രിക്ക് വേറെ അവധി ചാർജ് ഒന്നും ആർക്കും കൊടുക്കണ്ട. അവിടെ ലാപ്ടോപ്പിൽ നോക്കി ഫയൽ നോക്കാൻ പറ്റും, സൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ കാര്യങ്ങൾ എളുപ്പമായിരിക്കുകയാണ്. ഇപ്പൊ ഗവൺമെന്റിൽ തന്നെ ഗവൺമെന്റ് സെക്രട്ടറിമാർ IAS കാരൊക്കെ ഉണ്ട്. അവർക്കെല്ലാം ഡൽഹിയിലും മറ്റുമെല്ലാം മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഈ ഫയലുകളെല്ലാം അവർക്ക് അവിടെ ഇരുന്ന് നോക്കി വിടാൻ പറ്റും. ഞാൻ പറയാൻ കാര്യം, ഞാൻ കൺസ്യൂമർ ഫെഡിൽ ജോലി ചെയ്ത ഒരാളാണ്. കഴിഞ്ഞ 5 വർഷം സെക്രട്ടേറിയറ്റിൽ നമ്മുടെ കൺസ്യൂമർ ഫെഡിന്റെ ഫയലുകൾ നോക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് PRO ആയിട്ട് ലൈസൺ ജോലി നമ്മുടെ കൺസ്യൂമർ ഫെഡിന്റെ ഹെഡ് ഓഫീസ് എറണാകുളത്താണ്. അപ്പൊ അങ്ങനെ ലൈസൺ വർക്ക് ചെയ്തിട്ടുള്ള എനിക്കറിയാം. അവിടെ സെക്ഷൻ അസിസ്റ്റന്റും സെക്ഷൻ ഓഫീസറും അയച്ച പിന്നെ അണ്ടർ സെക്രട്ടറി, അഡീഷണൽ ജോയിന്റ് സെക്രട്ടറി ഇവരെല്ലാം പെട്ടെന്ന് ഫയൽ നോക്കി വിടാൻ പറ്റും. ഇപ്പോഴും മുമ്പാണെങ്കിൽ ഒരു ഗുമസ്തൻ ഇതും കൊണ്ട് പോയി അടുത്ത മേശപ്പുറത്ത് വെച്ച് ആ ഫയൽ പിന്നെ നോക്കി പോകുന്ന ഒരു കാലതാമസം ഉണ്ടായി. ഇപ്പൊ അതുകൊണ്ട് ഇപ്പോഴും വളരെ എളുപ്പം. ഒരു ദിവസം കൊണ്ട് തന്നെ അത് മന്ത്രിയുടെ ഓഫീസിൽ പോയി അവിടെ നിന്ന് ഗവൺമെന്റ് സെക്രട്ടറിയുടെ തിരിച്ചു വന്ന് എല്ലാം ഗവൺമെന്റ് ഓർഡറാക്കാതെ എളുപ്പമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മുൻകാലങ്ങളിൽ ഓരോ കാര്യങ്ങളും വളരെ കാലതാമസം എടുത്തുകൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത് പല കാര്യങ്ങളും. ഇപ്പം ഞാൻ അന്നും ലെറ്റർ എഴുതിയാൽ ഇപ്പോഴും നടക്കാത്ത ഒരൊറ്റ കാര്യമാണുള്ളത്. കിളിമാനൂരിൽ ഒരു ഫയർ സ്റ്റേഷൻ ആരംഭിക്കണമെന്നുള്ള നിവേദനം പണ്ട് എഴുതിയിട്ടുള്ള നിവേദനമാണ്. കിളിമാനൂർ ഫയർ സ്റ്റേഷൻ ആരംഭിക്കണമെന്നുള്ളതായിട്ട് ബന്ധപ്പെട്ട നിവേദനം ഇതുവരെ നടന്നിട്ടില്ല. നടക്കാൻ സത്യനമല്ല ആയിരിക്കുമ്പോഴും കഴിഞ്ഞ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അതിന് കാരണം എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് വെഞ്ഞാറമ്മൂട് ഉണ്ട്, അപ്പൊ കടയ്ക്കലുണ്ട്, ആറ്റിങ്ങലുണ്ട്. വെഞ്ഞാറമ്മൂട് ഇരിക്കുന്നത് കീഴായിക്കുളത്താണ് ഇരിക്കുന്നത്. അവിടെ 10 മിനിറ്റ് മതി കിളിമാനൂരിൽ വരാൻ. അപ്പൊ എന്തെങ്കിലും ഉണ്ട്, അതുകൊണ്ടാണ് കിളിമാനൂർ അനുവദിക്കാത്തതെന്നാണ് പിന്നീട് അറിഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അതിന്റെ ഭാഗമായിട്ട് വികസന പ്രവർത്തനങ്ങൾക്ക്, അതുപോലെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്കായാലും എല്ലാം മുൻഗണന നൽകി നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാം ആ രീതിയിൽ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു ജീവിതമാണ് ഉണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു പുരസ്കാരം ഇവിടെ തട്ടത്തോല ഇങ്ങനെ നമുക്ക് അച്ഛൻ്റെ പേരിൽ ഇങ്ങനെ ഒരു പുരസ്കാരം ലഭിച്ചത്. അത് നൽകിയതിന് ഇവിടുത്തെ സാംസ്കാരിക സമിതിക്ക് എല്ലാവിധ ആശംസകളും നന്ദിയും കടപ്പാട് രേഖപ്പെടുത്തുകയാണ്. നടത്തിക്കൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. അല്ലാതെ ഇപ്പൊ വേറൊരു കാര്യം കൂടെ ഓർമ്മിച്ചത്, ഞാൻ ആ സമയത്താണ് ഈ കിളിമാനൂർ കുടിവെള്ള പദ്ധതി, ഇപ്പോൾ നടപ്പിലാക്കിയ കുടിവെള്ള പദ്ധതി, അന്ന് അച്ഛൻ RCC ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന സമയത്തൊക്കെയാണ് ആ ഒരു ഡച്ച് ഗവൺമെന്റിന്റെ ഒരു സ്കീമാണ് വന്നത്. 3.5 കോടി രൂപയുടെ ഒരു പദ്ധതിയായിരുന്നു. അതെനിക്കറിയാം. പറയാം, അച്ഛൻ സുഖമില്ലായിരിക്കുമ്പം അതിന്റെ ഉദ്യോഗസ്ഥരെല്ലാം വീട്ടിൽ വന്നതാണ് അതിന്റെ പ്ലാനും കാര്യങ്ങളും എല്ലാം കൊടുത്തതും എല്ലാം. അപ്പം വാമനപുരം ആറ്റിന്റെ അവിടെ സ്ഥലം വാങ്ങിക്കണം, പിന്നെ അതുപോലെ കുതിരത്തടത്തിൽ സ്ഥലം വാങ്ങിക്കണം, ഇവിടെ തട്ടത്തോല സ്ഥലം വാങ്ങിക്കണം, കൈലാസക്കുന്നിൽ സ്ഥലം വാങ്ങിക്കണം, അങ്ങനെ എല്ലാം പറഞ്ഞ് അത് വർഷങ്ങളായി നീണ്ടു പിന്നെ മുടങ്ങിക്കിടന്ന് ആ പദ്ധതി പിന്നെ അടുത്ത വർഷം കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചായിരുന്നു.
പിന്നീട് പലപ്പോഴും പല രീതിയിലും അത് തുടങ്ങാൻ ശ്രമിച്ചെങ്കിൽ ഈ സ്ഥലം വാങ്ങിക്കുന്ന കാര്യത്തിലൊക്കെ കാലതാമസം നേരിട്ട് നീണ്ടു അവസാനം ഇപ്പം കഴിഞ്ഞ നമ്മളെ 2-3 വർഷം മുമ്പാണ് നടപ്പിലാക്കിയത്. അന്ന് 3.5 കോടി രൂപയുടെ പദ്ധതി 32 കോടി രൂപയ്ക്കാണ് പിന്നെ നടപ്പിലാക്കിയാൽ ചെലവ് വർദ്ധിച്ചത്. അപ്പൊ അത്രയും കാലതാമസത്തിന്റെ ഭാഗമായിട്ട് അന്ന് ഇതേ പദ്ധതിയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. ആമനഗരം ആറ്റിന്റെ അവിടെ സ്ഥലം വാങ്ങിക്കാൻ ഞാനും കൂടെയാണ് അന്ന് സുഖമില്ലായിരുന്ന അച്ഛൻ്റെ കൂടെ അവിടെ ഒരാളുടെ വീട്ടിൽ പോയി ഈ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി അവരുടെ വീട്ടിലെല്ലാം പോയത്. അവിടെ വാങ്ങിച്ച് കുതിരത്തരത്തിൽ നമ്മുടെ റബ്ബറുടെ തമ്പിയണ്ണന്റെ വസ്തു അവിടെ അന്ന് സുഖമില്ലായിരിക്കുമ്പോൾ ആ കുതിരത്തറ റോഡ് മൊത്തം ഉരുളം കല്ലുകളായിരുന്നു. അവർ ജീപ്പിൽ കയറി പോയി വീട് രണ്ടാമത് അസുഖമാവുന്നതിന്റെ കാരണം അതായിരുന്നു. രണ്ടാമത് അസുഖമായി ജീപ്പിൽ ആട്ടുകൾ യാത്ര ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും ജനങ്ങളെ യാത്ര ചെയ്ത് രണ്ടാമത് അസുഖമായിട്ടുള്ളതാണ് മരണപ്പെട്ടത്. അങ്ങനെ ആ വർഷം ഇത്രയും വർഷം കഴിഞ്ഞപ്പോൾ 3.5 കോടി രൂപയുടെ പദ്ധതി 32 കോടി രൂപ വർദ്ധിച്ചു. അങ്ങനെ അത് കാലതാമസത്തിന്റെ ഭാഗമായിട്ടാണ് അത് വന്നത്. അങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതിനുള്ള ലഭിച്ച ഈ അവാർഡ് നൽകിയതിന് ഇതിൻ്റെ ഭാരവാഹിക്കും മറ്റെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.